റാം നാരായൺ റാം. ആ സഹായത്തിൻ്റെ മൂലശക്തി നമ്മെ വിപുലതയെ വിരാട് അറിയാനായി, അതുമായി ഏകീകരിക്കാനായി ഉദ്ദേശിച്ചതാണ്. അതേ ദിശയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഈ അടിസ്ഥാന ശക്തിയുമായി ഈ ലോകത്തിലെ പല ഭാഗങ്ങളിലും അനേകം ആളുകൾ വരുന്നു. അവർ പലരെയും വിപുലതയുടെ അകത്തുള്ള രഹസ്യങ്ങൾ വ്യക്തമാക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ രാജ്യത്ത് സന്ധു, ഗുരു, മഹാൻ, അവതാരങ്ങൾ, ദൈവം എന്നിവയുടെ പേരിൽ അറിയപ്പെടുന്നവർ തങ്ങളുടെ ഭക്തരെ, ശിഷ്യരെ, അനുയായികളെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. ലോകപ്രകൃതിയുടെ ഈ അവസരത്തെയും ധാർമ്മികതയെയും ആത്മീയതയെയും ഉപയോഗപ്പെടുത്തി ചിലർ ബിസിനസ്സുമായി ചേരുകയും ധർമ്മത്തെ ഒരു വ്യാപാരമായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി രാജ്യം സത്യമൂല്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ ദൂരീകരിക്കപ്പെട്ടു. ആത്മീയ ശക്തിയുള്ള വ്യക്തികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. ഉദാഹരണത്തിന്, അവർ അനേകം ആളുകളുടെ മോക്ഷത്തിന് സഹായിക്കുന്നു എന്നത്. ഇത്തരം കാര്യങ്ങൾ എല്ലാം കള്ളമല്ല. അവർ ജന്മസിദ്ധമായ വിപുലശക്തിയുള്ള വ്യക്തികളാണ്. അവർ വരികയും അനേകം ആളുകളെ പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും അറിവിൻ്റെ വഴി കാണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോ മേഖലയിലും ആളുകൾ തങ്ങളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പദവിയിലിരിക്കുന്നു. അവർ തങ്ങളുടെ ശേഷിയുടെ അനുസരണം പ്രവർത്തിക്കുന്നു. അതുപോലെ ലോകപ്രകൃതിയുടെ ശക്തിയുമായി പ്രതിനിധികളായി വരുന്നവരും പലരെ കറ്റലായ പാതയിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ ഒരു നിയമം അവ്യാഹതമാണ്: പഠിക്കാൻ, അനുസന്ധാനം ചെയ്യണം, ചർച്ച ചെയ്യണം, പഠിക്കണം, അറിയണം. വിപുലതയുമായി ചേരുവാൻ അതുപോലെ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം. അപ്പോഴേ പ്രകൃതിയുടെ യഥാർത്ഥ സത്വത്തെ നിങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ. ഈ അറിവ് നേടാൻ വേണ്ടിയുള്ള അനുസന്ധാനത്തിൽ ആ മേഖലയിലെ പ്രാവീണ്യം കൈവരിച്ചവർ, യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരായി മാറിയവർ, അവരാണ് ഇവിടെ മഹാന്മാരെന്നോ അവതാരങ്ങളെന്നോ ദൈവങ്ങളെന്നോ അറിയപ്പെടുന്നത്. താങ്കളുടെ തുടർ പരിഭാഷകളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ തയ്യാറാണ്.